സർക്കാർ ഒരു 1000 ഏക്കർ കൂടി സംഘടിപ്പിച്ചു തന്നാൽ എയർപോർട്ട് ഉണ്ടാക്കാം, എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാം, തൻ്റെ എയറോനോട്ടിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിമാനം പറത്തി കളിക്കാം എന്നാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇദ്ദേഹം ഒരു പരിസ്ഥിതി ആഘാതമേൽക്കുമെന്ന് ഉറപ്പ് വന്ന ശേഷം ഉപേക്ഷിച്ച ഒരു പദ്ധതി വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. ആരുടെ പിൻബലത്തിലാണിത്? എന്താണ് ഉദ്ദേശം? തലപൊക്കുന്നത് ഭൂമാഫിയാണോ? ജനൻ TV പലവട്ടം ചോദിച്ച ചോദ്യമാണ്. രഞ്ജിത്തമ്പാടി, ഇത് എന്തിന്റെ തുടക്കമായിരുന്നു? ഒരിക്കൽ കൈപൊള്ളിയിൽ നിന്ന് കോൺഗ്രസും UDF-ഉം പാഠം പഠിച്ചില്ലേ? ഇതിന് പിന്നിൽ എന്താണ്? ഇത് 2004 എനിക്ക് തോന്നുന്നു UDF സർക്കാർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ശേഷം വന്ന ഒരു വലിയ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിദേശ മലയാളിയായ എബ്രഹാം കലമണ്ണിൽ അവിടെ അവതരിക്കുന്നു. 400 ഏക്കർ തനിക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. അതിൽ 232 ഏക്കർ എനിക്ക് തോന്നുന്നു ഇപ്പം മിച്ചഭൂമിയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കേസ് നടക്കുകയാണ്, തർക്കം നടക്കുക. അതിന് തൊട്ടടുത്ത 2005 ആകുമ്പോഴേക്കും KGS ഗ്രൂപ്പ്, ഷൺമുഖം, ജിജി ജോർജ്, അതുപോലെ മറ്റൊരു പേര്, ഈ 3 ആളുകളോട് ചേർന്നുള്ള ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള KGS ഗ്രൂപ്പ് ഇത് പദ്ധതിയുടെ നടത്തിപ്പുകാരായി വരുന്നു. 2000 കോടി രൂപ, ആദ്യം തുടക്കത്തിൽ 500 കോടി, പിന്നീട് 2000 കോടി രൂപ അവിടെ നിക്ഷേപിക്കുമെന്ന് പറയുന്നു. ആ മേഖലയിലെ 1000 ഏക്കർ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പരിസ്ഥിതി ലോല മേഖലകളിലൊന്നാണ്. മറ്റൊന്ന് ആറന്മുള പൈതൃക ക്ഷേത്രം. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ 1000 ഏക്കർ ഭൂമി സർക്കാർ സമാഹരിച്ച് നൽകണം വരുന്നു. ഇതിന് പിന്നാലെ ആറന്മുളയിലെ പരിസര പ്രദേശങ്ങളിൽ വൻതോതിൽ ഭൂമികൾ 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി വിലയിൽ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് 2014 അവസാനിച്ചതാണ്. പാരിസ്ഥിതിക അനുമതി 2014 കേന്ദ്രം നിഷേധിക്കുന്നു. പിന്നീട് കേന്ദ്രം നൽകിയ എല്ലാ അനുമതികളും കേന്ദ്രം അവസാനിപ്പിക്കുന്നു. 2017 ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്ന് കോടതിയിൽ തന്നെ സർക്കാർ കൊടുക്കുന്നു. വീണ്ടും UDF അധികാരത്തിൽ വരുന്നു 2026 എത്തുമ്പോഴേക്കും. ആന്റണി എന്ന് പറയുന്ന അവിടുത്തെ MP ആയിട്ടുള്ള വ്യക്തിയുടെ ചില നീക്കങ്ങൾ വരുന്നു. എബ്രഹാം കലമണ്ണിൽ ഡ്രോൺ നിരീക്ഷണം നടത്തിയതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്തുകൊണ്ട് പത്തനംതിട്ടയുടെ വികസനത്തെ ചിലർ എതിർക്കുന്നു എന്ന ചോദ്യവുമായിട്ടാണ് ആന്റണി വന്നത്. ഇവിടെ അങ്ങ് ചോദിച്ചതിൻ്റെ എല്ലാ കൃത്യമായ ഉത്തരങ്ങളുമുണ്ട്. ഈ ആറന്മുള എന്ന് പറയുന്നത് വിമാനത്താവള പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് കേന്ദ്രം നൽകിയ എല്ലാ അനുമതികളും റദ്ദാക്കിയായിരുന്നു. പഴയ UPA സർക്കാരിൻ്റെ കാലത്താണ് ആ അനുമതികൾ നൽകിയത് പോലും. ആ ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഇതൊരു ചർച്ചയാക്കുകയും ഇവിടെ വേണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പത്തനംതിട്ടയിൽ വരാനിരിക്കുന്ന തലമുറയുടെ ഭാവിയെക്കുറിച്ച് ഓർത്താണ്, വലിയ വികസനം വരികയാണ്. മറ്റൊരു തരത്തിൽ പറയുന്നു, ആന്റണിക്ക് വിഷമം ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് സുഗമമായി വന്നിറങ്ങാൻ പറ്റുന്നില്ല. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് അതിലാണ് വിഷമം. ആ കഷ്ടപ്പാട് ശബരിമലയുടെ തൊട്ടടുത്ത് വിമാനത്തിൽ വന്നിറങ്ങി ശബരിമലയിൽ കയറാം. ഇനി ഇദ്ദേഹം ശബരിമല സന്നിധാനത്തൊരു എയർപോർട്ട് വേണമെന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ചെറുവള്ളിയെക്കുറിച്ച് ചർച്ച നടക്കുന്നു, കൊടുമണ്ണിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. അപ്പോൾ പത്തനംതിട്ട മറ്റെല്ലാ കാര്യത്തിലും വികസന സൂചികയിൽ മുകളിലാണ്. ഇനി ഒരു എയർപോർട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. സഞ്ചരിക്കാൻ പത്തനംതിട്ട ആൾക്കാർ ഇങ്ങനെ വിമാനത്തിൽ വന്നിറങ്ങാൻ വളരെയധികം മുട്ടി നിൽക്കുകയാണ് എന്ന് ഈ ഒരു ഇതിൽ തോന്നും. ഇതിൻ്റെ പിന്നിൽ 100% ഭൂമാഫിയയുടെ തട്ടിപ്പാണ്. ഏറ്റവും ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുക, KGS ഗ്രൂപ്പ് വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ KGS ഗ്രൂപ്പ് ഒരു പദ്ധതിയും നടത്തിയിട്ടില്ല. എല്ലാ പദ്ധതികളും ഓൺ ഗോയിങ് അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നു എന്നാണ് അവരുടെ സൈറ്റിൽ തന്നെ പറഞ്ഞത്. ഒരൊറ്റ പദ്ധതി നടത്തിയതായിട്ടൊന്നുമില്ല. അത്തരം ഒരു പേപ്പർ കടലാസ് കമ്പനിയെ കൊണ്ടുവന്ന് 2000 കോടി എന്ന മോഹിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച ഉഡായിപ്പ് പരിപാടിയാണ് അന്ന് സുഗതകുമാരി ടീച്ചറടക്കം കുമ്മനമടക്കം ആരാധ്യരായിട്ടുള്ള ആളുകൾ അന്ന് മെയ് മറന്നു നിന്ന് എതിർത്തത് കൊണ്ട് മാത്രമാണ് ഈ തട്ടിപ്പ് പരിപാടി അരങ്ങേറാത്തത്. വീണ്ടും മറ്റൊരു തട്ടിപ്പിനുള്ള തുടക്കമിടുകയാണ്. അതിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാർക്കും പങ്കുണ്ട്. വലിയ തോതിലുള്ള ഫണ്ടിങ്, വലിയ തോതിലുള്ള പണമൊഴുക്ക് ആറന്മുള നടത്താനുള്ള നീക്കമാണ്. ഞാൻ അതിന്റെ